നിയമനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് PSC സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ജേതാക്കൾ വീണ്ടും സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രതിഷേധിച്ചത്. കാലാവധി തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നിയമനം നൽകാത്തതാണ് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് കാരണം. സമരത്തിന് പിന്തുണയുമായി UDF നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തി. 2019 നിയമന വിജ്ഞാപനത്തിൽ ജോലിക്ക് അപേക്ഷിച്ച പരീക്ഷ എഴുതി പാസ്സായി ശാരീരിക ക്ഷമതയും കടന്ന ജോലിക്കായി കാത്തിരിക്കുകയാണ് ഒരുപറ്റം യുവാക്കൾ. ഒരു വർഷം കഴിയുമ്പോഴും കാലാവധി തീരാറാകുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് ഈ യുവാക്കളുടെ വിധി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികൾ തുടർച്ചയായി സമരം ചെയ്യുകയാണ്. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലും നിയമസഭയ്ക്ക് മുന്നിലും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും പ്രതിഷേധങ്ങൾ പലത് നടത്തി. കൂടാതെ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. സർക്കാരിന്റെ ജനകീയ പരിപാടിയായ നവകേരള സദസ്സിലെ 140 മണ്ഡലങ്ങളിലും ഉദ്യോഗാർത്ഥികൾ പരാതിയും നൽകി. ആവശ്യം ജോലിയാണ്. 2019 വിജ്ഞാപനം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് പരീക്ഷയും കായികക്ഷമതയും പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി ഉദ്യോഗാർത്ഥികളാണ് നിയമനം ലഭിക്കാത്തതിൽ നിരന്തരമായി പ്രതിഷേധം നടത്തുന്നത്. 13,000-ഓളം പേർ ഉൾപ്പെട്ട ലിസ്റ്റിൽ ആകെ 21% പേർക്കാണ് നിയമന ഉത്തരവ് ഇതുവരെ ലഭിച്ചത്. അതായത് വെറും 3,000 പേർക്ക്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതുന്നൊരു പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാം. ഒരു വർഷം കൊണ്ട് അവർക്ക് പ്രിലിംസും മെയിൻസും നടത്തി റാങ്ക് ലിസ്റ്റ് ഇട്ട് നിയമനം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ ചെറിയൊരു തസ്തികയായ CPO-യിൽ പ്രിലിംസും മെയിൻസും നടത്തി 4 വർഷം നമ്മുടെ തുലയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 26 വയസ്സ് വരെ ഏജ് ലിമിറ്റുള്ള ഈ ഒരു പരീക്ഷയിൽ 4 വർഷം ഈ പരീക്ഷയ്ക്ക് മാത്രമായി ചിലവായതോടെ നമുക്ക് 90% പേരും ഏജ് ഓവർ ആയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസറുടേത്. സാമ്പത്തിക പ്രതിസന്ധിയായതിനാൽ നിയമനം നടത്താൻ കഴിയില്ലെന്നതാണ് സർക്കാരിന്റെ അനൌദ്യോഗിക വാദം. 2 ഘട്ടങ്ങളിലായി പരീക്ഷ എഴുതി വിജയിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ ഉദ്യോഗാർത്ഥികൾ. 78 ദിവസം മാത്രമാണ് ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. കാലാവധി തീരുന്നതിന് മുൻപ് നിയമനം നടക്കുമോ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്നത്. പ്രതിഷേധ സൂചകമായി കഴിഞ്ഞ ദിവസം പാളയം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഉദ്യോഗാർത്ഥികൾ അണിനിരന്ന തൊഴിലില്ലാ ചങ്ങലയും സംഘടിപ്പിച്ചു. സൂചന പണിമുടക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം. പ്രതിഷേധ സൂചകമായി നടുറോഡിൽ പുഷപ്പ് എടുത്തു യുവാക്കൾ. പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും കുണ്ടറ MLA PC വിശ്വനാഥും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. സഭയിൽ ഉദ്യോഗാർത്ഥികളുടെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA ഉറപ്പ് നൽകി. അശാസ്ത്രീയ പരിഷ്കാരത്തിന്റെ ഇരകളാകേണ്ടി വന്നവരാണ് ഈ ഒരു 4 ടെസ്റ്റ് എഴുതേണ്ട സമയമാണ് ഈ പുതിയ പരിഷ്കാരത്തിന്റെ പേരിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടത്. ആര് സമാധാനം പറയും? സേനയെ ശക്തിപ്പെടുത്താൻ നിയമനങ്ങൾ ആവശ്യമെന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമനം നടത്തേണ്ടതില്ലെന്ന നിലപാടിലാണ് സർക്കാർ. അപ്പോഴും യുവാക്കൾക്ക് കൂടുതൽ തസ്തിക സൃഷ്ടിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. എന്നിട്ടും ആവശ്യം സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് നീക്കം. പലതവണ പരാതികൾ നൽകി, പ്രതിഷേധിച്ചു, സൂചനാ സമരം നടത്തി, മന്ത്രിമാരെയും MLA-മാരെയും മാറി മാറി കണ്ടു. എന്നിട്ടും പരിഹാരമായില്ല. ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനൊരുക്കുകയാണ് ഈ യുവാക്കൾ. നന്ദകിഷോറോടൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. 13,000-ഓളം പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം 3,000 പേർക്കാണ് നിയമനം കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതാണ് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്നത്. സർക്കാരിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക്. ഏകദേശം 10,235 ഉദ്യോഗാർത്ഥികളോളം ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കാനുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും ഏജ് ഓവറായി. ഒരേ വ്യക്തി തന്നെയാണ് മറ്റു ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കുന്നത്. ഇതേ വ്യക്തിക്ക് പല റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ പോകുന്നതായിരിക്കും. ടോട്ടൽ അഡ്വൈസിന്റെ കണക്ക് പറയുമ്പോൾ ഈ അഡ്വൈസുകൾ ഗവൺമെന്റ് എടുക്കുന്നതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരേ വ്യക്തി ഒരു ആൾക്ക് ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു തസ്തികയ്ക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. LTS, LGC, LGS, അതുപോലെ ഫയർമാൻ, എക്സൈസ്, ഈ ലിസ്റ്റുകളെല്ലാം നോക്കിയാൽ തന്നെ കാണാം 3 വർഷത്തോളം കാലാവധിയുള്ള ലിസ്റ്റുകളിൽ പോലും
ഇപ്പോൾ 1 വർഷം കാലാവധി ഉള്ളപ്പോൾ തന്നെ 50% നിയമനം നടന്നിട്ടുണ്ട്. അതുപോലെ 1 വർഷം കാലാവധിയുള്ള എക്സൈസിൻ്റെ റാങ്ക് ലിസ്റ്റും ഫയർമാൻ്റെ റാങ്ക് ലിസ്റ്റും നോക്കിയാലും അതിലും ഇപ്പോൾ തന്നെ 50-60% മേൽ നിയമനം നടന്നു. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ മാത്രം 1 വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് 10 മാസത്തോളം ആകാൻ പോകുന്നു. എന്നിട്ട് പോലും 25% താഴെ. 2019 ഞങ്ങൾ ലാസ്റ്റ് ചാൻസ് ആയിട്ട് പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. അതുപോലെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ ലിസ്റ്റിൽ തന്നെ നിലവിലുണ്ട്. അപ്പോൾ അവരെ പരിഗണിക്കാതെ വീണ്ടും പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് ഈ ഒരു പ്രഹസനമായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ